بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും കുടുംബങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ദുനിയാവിലെ ഈ ക്ഷണികമായ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും വരാതിരിക്കാനും സുരക്ഷിതമായി ഈ ദുനിയാവിൽ ജീവിക്കാനും ആവശ്യമായ ഒരുപാട് മുൻകരുതലുകൾ നാം സ്വീകരിക്കാറുണ്ട്. രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നാം കൃത്യമായി പാലിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഭക്ഷണത്തിൽ ജാഗ്രത പുലർത്തുന്നു, കൃത്യമായി വ്യായാമം ചെയ്യുന്നു, നടക്കുന്നു. ആരോഗ്യം പരിരക്ഷിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ട മുൻകരുതലുകൾ ചെയ്യുന്നു. എന്ന പോലെ നമ്മൾ ദാരിദ്ര്യം വരാതിരിക്കാൻ തൊഴിൽ ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, വരുമാന മാർഗങ്ങൾ തേടുന്നു, പട്ടിണി കിടക്കാതെ ജീവിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നു. എന്ന പോലെ അപകടത്തിലൊക്കെ പെടാതിരിക്കാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നാം നടത്താറുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യാറുണ്ട്. ദുന്യാവിൽ ചില ആളുകളൊക്കെ ചില ഇൻഷുറൻസ് കമ്പനികളിൽ പോളിസി എടുത്തുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, പഠിക്കാതെ, അള്ളാഹുവിൻ്റെ വിധിയിലും ഖളായിലുമൊക്കെ വലിയ വിശ്വാസം അർപ്പിക്കാതെ ചില പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പണം മുടക്കിക്കൊണ്ട് ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമം നടത്താറുണ്ട്. ഏതായാലും ഇസ്ലാം ഹലാലായ രീതിയിലുള്ള മുൻകരുതലുകളൊന്നും സ്വീകരിക്കുന്നതിനെതിരല്ല. അത് ഹലാലായിരിക്കണമെന്ന് മാത്രം, ഹറാമല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ഭദ്രമാക്കാൻ, സുരക്ഷിതമാക്കാൻ ആവശ്യമായ കരുതലുകളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഏറ്റവും വലിയ സംരക്ഷണവും കാവലും ഉണ്ടാവേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. മുഅ്മിനീങ്ങളായ നാം അതിന് ആണ് പ്രാധാന്യവും മുൻകരുതലുകളും കൂടുതലായിട്ട് കൊടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ കാവൽ, സംരക്ഷണം അത് സമ്പൂർണവും സമഗ്രവുമായിരിക്കും. ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നത് പോലെയുള്ള ഭാഗികമായ സംരക്ഷണമല്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം, കാവൽ അത് സമ്പൂർണ്ണമാണ്, സമഗ്രമാണ്, സർവ്വവ്യാപിയാണ്. അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ആ കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും ഉറപ്പുവരുത്താൻ ആവശ്യമായ ചില ഇൻഷുറൻസ് പോളിസികൾ, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വാഗ്ദാനം ചെയ്യുന്ന ചില പോളിസികൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നാം ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, ദുന്യാവിലും ആഖിറത്തിലും സുരക്ഷിതമാക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യാറാവട്ടെ. ഒന്നാമത്തെ കാര്യം, പടച്ച റബ്ബിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ഒന്നാമത്തെ പോളിസി മഹാനായ ജുൻദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. നാം സാധാരണ കേൾക്കാറുള്ള ഹദീസാണ്, പലരും കേട്ട് കാണും. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സത്യം മാത്രം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പ്രഭാത പുലരി പോലെ ലോകത്ത് കൃത്യമായിട്ട് തെളിഞ്ഞു വന്ന യുഗപുരുഷനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്, മൻ സ്വല്ല സുബ്ഹ്. ഒരാൾ സുബ്ഹ് നിസ്കരിക്കുകയാണെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ്, അള്ളാഹുവിൻ്റെ കാവലിലാണ്, അവൻ്റെ റബ്ബിൻ്റെ സംരക്ഷണ വൃത്തത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏറെ ചിന്തിക്കാനുള്ള, ആലോചിക്കാനുള്ള, ഗ്രഹിക്കാനുള്ള ഒരു ഹദീസാണ് സഹോദരന്മാരെ ഇത്. ഈ ഹദീസിന് മറ്റൊരു വശമുണ്ട്. ഒരാൾ സുബ്ഹ് നിസ്കരിക്കുന്നില്ലെങ്കിൽ
നിസ്കരിക്കുന്ന അള്ളാഹുവിൻ്റെ കാവലിലും സംരക്ഷണയിലുമാണെങ്കിൽ നിസ്കരിക്കാത്തവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണ വൃത്തത്തിൻ്റെ പുറത്താണ് എന്ന കൃത്യമായൊരു സന്ദേശം കൂടി ഹദീസ് നമുക്ക് നൽകുന്നുണ്ട്. സുബഹ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അത് ചെറുതല്ല. നിരവധി ഹദീസുകളിലൂടെ ആ നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച രണ്ട് മൂന്ന് ഹദീസുകൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞൊരിക്കെ, മൻ സ്വല്ലൽ ഇശാ, ഒരാൾ ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ, ഫീ ജമാഅത്തിൻ, പള്ളിയിൽ ജമാഅത്തായിട്ട് ഒരാൾ ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അയാൾ രാത്രി പകുതി നേരം നിസ്കരിച്ചതിന് തുല്യമാണത്. രാത്രി പകുതി സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ ദീർഘനേരം നിസ്കരിച്ചതിന് തുല്യമാണത്. രാത്രി ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ കൂലി കിട്ടുമെന്നാണ്. ഒമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, ഒരാൾ സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, ഫകഅന്നമാ ഖാമൽ ലൈല കുല്ലഹു, അയാൾ രാത്രി മുഴുവനും നീണ്ട സമയം ദീർഘനേരം നിസ്കരിച്ച ആളെ പോലെയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുബ്ഹിന് പള്ളിയിൽ ജമാഅത്തായി വന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ രാത്രി മുഴുവനും, കഴിഞ്ഞ രാത്രി മുഴുവനും അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദീർഘനേരം നിസ്കരിച്ച, രാത്രി മുഴുവനും നിസ്കരിച്ച ആൾക്കുള്ള പ്രതിഫലം, കൂലി അവൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. മറ്റൊരു ഹദീസ് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, ബശ്ശിരിൽ മശാഈന ഫി ദുലം യൗമൽ ഖിയാമത്തി ബിന്നൂരി താമി യൗമൽ ഖിയാമ, ബശ്ശിർ, നീ സന്തോഷവാർത്ത അറിയിച്ചോളൂ, അൽ മശാഈന ഫി ദുലം, ഇരുളുകളിൽ നടന്നു പോകുന്നവർ, ഇലൽ മസാജിദി, പള്ളികളിലേക്ക്, ബിന്നൂരി താമി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സമ്പൂർണ്ണമായ പ്രകാശധാര കൊണ്ട്. ഇരുളുകളിൽ എന്ന് വെച്ചാൽ സുബ്ഹിന്റെ സമയത്ത് നല്ല ഇരുട്ട സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് അന്ത്യനാൾ ഇരുട്ട് മുറ്റി അന്ത്യനാളിൽ സമ്പൂർണ്ണമായ പ്രകാശം നൽകി അള്ളാഹു ആദരിക്കുന്ന വിഭാഗമാണ് പള്ളിയിൽ സുബ്ഹിന് ജമാഅത്ത് വരുന്ന ആളുകളെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസ് അല്ലാഹു റസൂൽ പറയുന്നു, ഖുർആൻ പറയുന്നു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്ത് മഷ്ഹൂദായ സമയമാണത്, മലക്കുകൾ സംബന്ധിക്കുന്ന സമയം. എല്ലാ വക്തിലും മലക്കുകൾ ഉണ്ടാകും. എന്നാൽ പകൽ സമയത്തും രാത്രി സമയത്തും ഡ്യൂട്ടിക്കെത്തുന്ന മലക്കുകൾ, രണ്ട് തരം മലക്കുകൾ ഉണ്ടെന്നാണ്. അവർ രണ്ട് കൂട്ടരും സംഗമിക്കുന്ന രണ്ട് സമയങ്ങളാണ് അസ്ര ജമാഅത്തും സുബഹ ജമാഅത്തും. സുബഹ ജമാഅത്തിന് കോടാനുകൂടി മലക്കുകൾ ഭൂമിയിൽ പള്ളികളിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. അവരുടെ സാന്നിധ്യത്തിന്റെ കൂടെ വിശുദ്ധരായ മലക്കുകളുടെ കൂടെ നിസ്കരിക്കാൻ സൗഭാഗ്യമുണ്ടാവുന്ന ജമാഅത്താണ് ഫജ്ർ നിസ്കാരമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. വേറെ ഹദീസ് കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സ്വല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, ഒരാൾ രണ്ട് നിസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ബർദൈൻ എന്ന റസൂലിന്റെ തണുപ്പുള്ള രണ്ട് നിസ്കാരങ്ങൾ, തണുത്ത സമയത്ത്, നല്ല സുബ്ഹിന്റെ സമയത്ത് മരം കോച്ചും തണുപ്പത്ത്, അറേബ്യയിലൊക്കെ തണുപ്പ് നമുക്കറിയാം, ഊഹിക്കാൻ പോലും കഴിയാത്ത സമയമാണ്, തണുപ്പാണ്. ആ തണുപ്പുള്ള സമയത്ത് ഫജറിനും അസ്റിനും ഒരാൾ ജമാഅത്തിന് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇങ്ങനെ ഒരുപാട്, കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന കിട്ടിയ ഒരു പ്രത്യേക സമയമാണ് ആ ഫജ്റിന്റെ സമയം. റസൂലിൻ്റെ ദുആ ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അള്ളാഹുവേ എൻ്റെ സമുദായത്തിനവരുടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് നബി തങ്ങൾ ദുആ എന്നാണ്. എൻ്റെ സമുദായത്തിലെ വ്യക്തികൾക്ക് അവരുടെ പ്രഭാതങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ എന്ന്. രാവിലെ 9 മണി വരെ ഉറങ്ങുന്ന ആൾക്ക് ബർക്കത്ത് വിതരണം ചെയ്യപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് അത് കിട്ടുക? നേരത്തെ എഴുന്നേൽക്കണം, പള്ളിയിൽ പോകണം, ജമാഅത്തിൽ പങ്കെടുക്കണം, പിന്നെ തൊഴിലിലും കച്ചവടത്തിലും ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ബർക്കത്തുണ്ടാകും. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ സമുദായത്തിലെ വ്യക്തികൾക്ക് നീ അവരുടെ പ്രഭാതങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത സമയമാണ്. ഇങ്ങനെ ഒരുപാട് ആ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പോലും ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. റക്അത്തുൽ ഫജ്ർ ഖൈറുൻ മിന ദുനിയ വമാ ഫീഹാ ഹദീസിലുണ്ട്. അല്ലാഹു റസൂൽ പറയണം, ഫജ്റിന്റെ മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ആ 2 റക്അത്ത് നിസ്കരിക്കലാണെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള നിസ്കാരമാണ് സുബ്ഹ് നിസ്കാരം. ആ സുബ്ഹ് നിസ്കാരം ഒരാൾ കൃത്യമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഇൻഷുറൻസ് പോളിസി ഉറപ്പിച്ച ആളാണ്, റബ്ബിൻ്റെ സംരക്ഷണവും കാവലവും ഉറപ്പിക്കപ്പെട്ട വ്യക്തിയാകുന്നു എന്ന് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാര്യത്തിൽ സഹോദരന്മാർ, നമ്മുടെ സമുദായം ഒരുപാട് പിറകിലാണ്.
ഏറ്റവും കൂടുതൽ ആളുകൾ ജമാഅത്തിൽ ഉണ്ടാവേണ്ട സമയമാണ്. പലപ്പോഴും പറയാറുണ്ട്, പള്ളിയിൽ ആളുകളൊക്കെ ഉണ്ടാവേണ്ട സമയമാണ് സുബ്ഹിന്റെ സമയം. കാരണം പകൽ സമയങ്ങളിലൊക്കെ ആളുകളൊക്കെ തൊഴിൽ ഇടങ്ങളിലോ മറ്റ് ജോലിക്കോ അല്ലെങ്കിൽ യാത്രയിലൊക്കെ ആയിരിക്കും. എന്നാൽ മിക്ക ആളുകളും, ഒരു പ്രദേശത്തുള്ള മിക്ക ആളുകളും വീട്ടിൽ വിശ്രമിക്കുന്ന സമയമാണ് സുബ്ഹിന്റെ സമയം. എന്നാൽ ഏറ്റവും കുറവ് ആളുകൾ ജമാഅത്തിൽ പങ്കെടുക്കുന്ന വക്താണ് സുബ്ഹ് നിസ്കാരം. ആ സമയത്ത് ഒന്ന് മനസ്സ് വെച്ചുകൊണ്ട് നാം പരീക്ഷിക്കുക. ഇന്ന് മുതൽ സഹോദരന്മാരെ, സുബ്ഹ് ജമാഅത്ത് നമ്മൾ ശീലമാക്കണം, അത് നമ്മുടെ സ്വഭാവമാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിന്റെ കാവൽ ഉറപ്പാണ്. വിശ്വാസമുണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, സുബ്ഹിന്റെ ജമാഅത്തിന് പോയി കഴിയുന്ന വ്യക്തി വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്, എനിക്ക് റബ്ബിന്റെ കാവൽ ഉറപ്പാണെന്ന വിശ്വാസത്തോടു കൂടി ജമാഅത്തിൽ പങ്കെടുക്കുകയാണ്, തീർച്ചയായിട്ടും നമ്മളെയും നമ്മുടെ ഭാര്യ മക്കളെയും കുടുംബത്തിനെയും സമ്പത്തിനെയും ഒക്കെ റബ്ബ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, ഒന്ന് സുബ്ഹിന്റെ കാര്യം, അള്ളാഹുവിന്റെ ഉറപ്പ് കിട്ടാൻ, റബ്ബിന്റെ സംരക്ഷണം ഉറപ്പ് ലഭിക്കാൻ സഹായകരമാവുന്ന ചില കാര്യങ്ങൾ. രണ്ടാമത്തേത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് രാത്രി കാലത്തേക്കുള്ള പ്രൊട്ടക്ഷനാണ്. രാത്രി കാലത്ത് മാത്രം അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാനുള്ള കാര്യം ഹദീസ് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാഷിക്, ഇന്ന് നിന്റെ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ, ഉറങ്ങാൻ നിന്റെ ബെഡിൽ എത്തിക്കഴിഞ്ഞാൽ, ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതുക. നാം ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ സഹോദരന്മാർ ശ്രദ്ധയോടുകൂടി, നല്ല ഈമാനോടുകൂടി, അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ നല്ല ഈമാൻ വേണം. ഈമാനൻ വഹ്തിസാബൻ, നല്ല വിശ്വാസത്തോടുകൂടി, കരുത്തോടുകൂടി, തവക്കുലോടുകൂടി, നല്ല പ്രതിഫലം കൊതിച്ചാഗ്രഹിച്ചുകൊണ്ട് അത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു റസൂൽ പറയുന്നു, ലൻ യസാദ മഅക മിനല്ലാഹി ഹാഫിൾ, നേരം വെളുക്കുന്നത് വരെ നിന്റെ കൂടെ ഒരു സംരക്ഷകൻ, ഒരു മലക്കുണ്ടാകും നിന്നെ സംരക്ഷിക്കാൻ. വലാ യഖ്റുബക ശൈത്വാൻ ഹത്താ തുസ്ബിഹ്, നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് വരെ, സുബ്ഹിനെ പള്ളിയിലേക്ക് പോകാൻ എണീക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കനെ കാവൽ നിർത്തുകയും ശൈത്വാൻ നിന്നെ സമീപിക്കുകയും ചെയ്യില്ല എന്ന് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അള്ളാഹു റസൂലിന്റെ വാഗ്ദാനമാണത്. രണ്ടാമത്തെ ഒരു കാര്യമാണത്. ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരുപാട് അദ്കാറുകളുണ്ട്. ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്, ഫാത്തിഹ ഓതണം, ഇഖ്ലാസ് മുഅവ്വത്തിനൊക്കെ ചൊല്ലണം, കൂടെ ആയത്തുൽ കുർസി. അത് ഉണ്ടാവുകയാണെങ്കിൽ നേരം എടുക്കണവർ റബ്ബ് ഒരു മലക്കിനെ കാവലേൽപ്പിക്കുന്നു. നാം അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തനരഹിതമാണ്, കണ്ണ് ഉണ്ടെങ്കിലും കാണുന്നില്ല, കേൾക്കാൻ കഴിവുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, നാവ് ഉണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാനാവുന്നില്ല. ഏത് സമയത്തും ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ പറ്റില്ല. പകൽ സമയം പോലെയല്ല, പകൽ സമയത്ത് നാം ദ്രോഹിക്കപ്പെടുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ രാത്രി അബോധാവസ്ഥയിലാണ്. ആ സമയത്ത് നമ്മളെ കൂടെ ഒരു കാവൽക്കാരൻ, ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവുകയാണെങ്കിൽ, അതുമാതിരി ശക്തനായ ഒരു മലക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പിശാച് അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ, കാവൽ എന്താണുള്ളത്? മഹാനായ മുഹമ്മദ് വിശ്വാസം എന്ന് പറയുന്നു, ആയത്തുൽ കുർസി കൃത്യമായിട്ട് എന്നും മോദിക്കിടക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ കാവലുണ്ടാകും, സംരക്ഷണം ഉണ്ടാകും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. വിശുദ്ധ ഖുർആനിലെ അഅ്ളമു ആയത്തിൻ ഫി കിതാബില്ലാഹ്, വിശുദ്ധ ഖുർആനിലെ 6000-ലധികം സൂക്തങ്ങളിൽ ഏറ്റവും അഅ്ളമായ, ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ആയത്താകുന്നു ആയത്തുൽ കുർസി എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്വം അതിനെക്കുറിച്ച് ഹദീസുകൾ കാണാൻ സാധിക്കും. മൂന്നാമത്തെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ വാഗ്ദാനം, 24 മണിക്കൂറും റബ്ബിന്റെ കാവൽ സംരക്ഷണം കിട്ടാൻ പറ്റാവുന്ന മറ്റൊരു ഒരു വാഗ്ദാനമാണ്, അല്ലാഹു റസൂലിന്റെ വാഗ്ദാനമാണ്. വിശ്വാസമാത്രം പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 മററാത്തിൻ ലം തുസിബഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ്. ഒരാൾ സന്ധ്യാസമയത്ത്, വൈകുന്നേരമാകുന്ന സമയത്ത്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, എല്ലാവർക്കും മനഃപ്പാടമുള്ള കുട്ടികൾക്ക് പോലും അറിയുന്ന ദിക്റാണത്. അതൊരു 3 തവണ ചൊല്ലുകയാണെങ്കിൽ ആകസ്മികമായ ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, അപകടങ്ങൾ, അത്യാപത്തുകൾ, അത്യാഹിതങ്ങൾ അവനെ നേരം പുലരുന്നത് വരെ ബാധിക്കില്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു പറയുന്നു. വമൻ ഖാലഹാ ഹീന യുസ്ബിഹു 3 മററാത്തിൻ, രാവിലെ ഒരാൾ, പ്രഭാത നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ 3 പ്രാവശ്യം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് ചൊല്ലിയാൽ ലം തുസിബഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുംസിയ, സന്ധ്യയാകുന്നത് വരെ ഒരു പ്രയാസങ്ങളും ഒരു വിഷമങ്ങളും അത്യാഹിതങ്ങളും അവരെ ബാധിക്കില്ല എന്ന് കൃത്യമായ ഹദീസ് കാണാൻ കഴിയും. അബൂദാവൂദും തിർമിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇങ്ങനെ ഒരുപാട് സുരക്ഷാ വാഗ്ദാനങ്ങൾ മതം നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന് മഅഖൽ ബിൻ സാദി റളിയല്ലാഹു തആല ധരിക്കുന്ന ഹദീസ് കാണാൻ കഴിയും. മൻ ഖാൽ ഹീന യുസ്ബിഹ്, രാവിലെ
പ്രഭാത സമയത്തും സന്ധ്യാസമയത്തും കൃത്യമായിട്ട് ചൊല്ലേണ്ട ദിക്റുകളുണ്ട് സഹോദരന്മാരെ. അല്ലാഹു റസൂൽ പറയാണ്, ഒരാൾ രാവിലെ 3 പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. ശേഷം സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകൾ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് എന്ന് തുടങ്ങുന്ന 3 ആയത്തുകൾ വളരെ ലളിതമായിട്ട് പഠിക്കാവുന്ന ആയത്തുകളാണ്. ആ ആയത്തുകൾ എന്നും രാവിലെ ഓതുകയാണെങ്കിൽ വക്കലല്ലാഹു ബിഹി 70,000 മലക്, അവന്റെ കാര്യം നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളെ ഏൽപ്പിക്കും സന്ധ്യ വരെ. വൈകുന്നേരം ചൊല്ലുകയാണെങ്കിൽ നേരം പുലരുന്നത് വരെ 70,000 മലക്കുകളെ കാവലുണ്ടാകും. ആ ദിവസം അയാൾ മരിക്കുകയാണെങ്കിൽ മാത്ത ഷഹീദൻ, രക്തസാക്ഷിയുടെ ഷഹീദിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടായിരിക്കും അയാൾ മരിക്കുക. ഇതൊക്കെ അത്യുക്തികളോ അല്ലെങ്കിൽ കെട്ടുകഥകളോ ഊഹാവഹങ്ങളൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായിട്ട് ഉമ്മത്തിന് ശീലമാക്കാൻ പഠിപ്പിച്ച ഒരുപാട് നല്ല വഴികളും നല്ല മാർഗങ്ങളുമാണ് സഹോദരന്മാരെ നാം ജീവിതത്തിൽ പകർത്തേണ്ട സുപ്രധാനമായ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായി റബ്ബിനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശ്രദ്ധയോടെ പാലിച്ച് ജീവിക്കുക, ശ്രദ്ധിച്ച് ജീവിക്കുക, ഹറാമ് ചെയ്യാതെ തെറ്റുകൾ ചെയ്യാതെ ജീവിച്ചാൽ ഹദീസ് കാണാൻ കഴിയും. സ്വനാഉൽ മാറൂഫ്, നല്ല കാര്യങ്ങൾ ചെയ്യൽ, ദാനം ചെയ്യുക, കുടുംബബന്ധം പുലർത്തുക, സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ തഖീ മസാരി അസൂ, ദുർമരണങ്ങൾ, അത്യാപത്തുകൾ നിനക്ക് സംരക്ഷിക്കും, കാക്കുമെന്നാണ്. വേറെ ഹദീസിൽ ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, റബ്ബിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശം കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ യഹ്ഫദുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന്. ഇങ്ങനെ ഇസ്ലാം പഠിച്ച് അനുസരിച്ച് നാം കൃത്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നാം വളരെ മനസ്സിന് ശാന്തമായ മനസ്സുണ്ടാകും, സൗകര്യപ്രദമായ ജീവിതമുണ്ടാകും, ഒരു ടെൻഷനും പ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ വിട്ടുകൊണ്ട് നാം പലപ്പോഴും ഭൗതികമായ ആശ്രയങ്ങളെ മാത്രം തേടുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ അത്യാപത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.